വയനാട്ടിലെ സ്വർണ്ണ ഖനനത്തിനായി ധാരാളം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. വൻതോതിൽ കാടുകൾ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ അത് നാടിന്റെ വികസനത്തിലേക്ക് വഴിതെളിച്ചെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ തരിയോടിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ ലാഭങ്ങൾ മാത്രം ഉണ്ടായി. ഇവർ ഈ ഖനനം നടത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ആരാധനാ സമ്പ്രദായം, പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു. നിയമ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വന്നതോടുകൂടി ആളുകൾക്ക് സർക്കാരിനെയും ഗവൺമെന്റിനെയും ഒക്കെ നേരത്തേക്കാൾ കുറേ കൂടെ പേടിയുണ്ടാവുകയും ജീവിതം കുറേ കൂടെ ചിട്ടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബാങ്ക് എന്ന് വന്നതോടുകൂടി ധന ഇടപാടുകൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഒരു ശീലമാണ്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പുതിയ സമ്പ്രദായങ്ങളാണ് ഈ ബ്രിട്ടീഷ് കമ്പനി നമ്മുടെ തരിയോട് കൊണ്ടുവന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ ഗുണങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു, ഒരുപാട് ആളുകൾക്ക് പണി കിട്ടി. ഇതൊക്കെ അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ടിപ്പു സുൽത്താനാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഒക്കെ നിർമ്മിച്ചത്. പ്രത്യേകിച്ച് തരിയോടുകൂടി കടന്നു പോകുന്ന വൈത്തിരി തരുവണ കുതിരപ്പാണ്ടി റോഡ് എന്ന് പറയുന്നത് തന്നെ ഈ ടിപ്പു സുൽത്താന്റെ നിർമ്മിതിയാണ്. ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്ന് അധികാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ ഈ റോഡുകളൊക്കെ തന്നെ ഈ പറയുന്ന ഖനന ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ നല്ല രൂപത്തിൽ ബ്രിട്ടീഷുകാർ നന്നാക്കി എന്നുള്ളത് തരിയോടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്.